ഈ കഴിഞ്ഞുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല പോരാട്ടമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിൽ നടന്നത്. ആകെയുള്ള 16 സീറ്റുകൾ. ആ 16 സീറ്റുകളിൽ 7 സീറ്റ് UDF-ന്, 7 സീറ്റ് LDF-ന്, 1 സീറ്റ് BJP-ക്ക്, 1 സീറ്റ് സ്വതന്ത്രന്. ആ നിൽക്കുന്ന സ്വതന്ത്രനാണിത്. ഈ സ്വതന്ത്രനാണ് ഈ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ കിങ് മേക്കറായി ഈ പഞ്ചായത്ത് മെമ്പർക്ക് മുൻപാരമ്പര്യമുള്ളത്. ഒരു വട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി, കഴിഞ്ഞ തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവായിരുന്ന ശ്രീകണ്ഠന ഇത്തവണ മാറി ചിന്തിക്കേണ്ടി വന്നത്? എല്ലാം പറഞ്ഞത് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു തന്നെയാണ്. പ്രചരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന അത് തന്നെ അതിനെ സംബന്ധിച്ച് നടപടിയെടുത്തതാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്കെതിരെ വെച്ചൊരു ആരോപണം. പ്രാദേശികമായി പാർട്ടിക്കകത്ത് വന്ന ചില തർക്കങ്ങളും വിഷയങ്ങളും ആണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പരിശ്രമിച്ചു. അത് പാർട്ടി അംഗീകരിക്കാതെ എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. പിന്നെ അപ്പോഴാണ് ഈ ഫേസ്ബുക്ക് കമൻറ്റിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കടക്കം പരാതി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സാധാരണക്കാർ ഒക്കെ തന്നെ നിൽക്കണമെന്നൊരാവശ്യം മുമ്പോട്ട് വയ്ക്കുക. അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഈ വാർഡിൽ മത്സരിച്ചത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിഞ്ഞു. എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുഖത്ത് നോക്കി പിറ്റേ ദിവസം മറുഭാഗത്തേക്ക് പോകുന്നത് ഒരു ധാർമ്മികമായി ശരിയല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. തൽക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും അംഗത്വം എടുത്ത് പോവുകയോ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നില്ല. ഭരണപരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു നേതൃത്വത്തിൽ UDF-ന് പിന്തുണ കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. വർഷങ്ങളായി ടാപ്പിംഗാണ് ജോലി. 4:30 മണിക്ക് ഇവിടെ ചായ ഇടും. 4:30 മണി 5 മണിയൊക്കെ ആകുമ്പോൾ മെമ്പർ വരും. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവർക്കും സഹായിക്കും. ഒരാപത്തൊക്കെ പറഞ്ഞാൽ വീടുകളിൽ എല്ലായിടത്തും പോവും. എല്ലാ കാര്യങ്ങൾക്കും എല്ലായിടത്തും പോവും, സഹകരിക്കും. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ എതിര് നിൽക്കുന്നത് എത്ര വലിയ കൊലകൊമ്പന്മാരായാലും മുട്ടുകുത്തിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പുല്ലമ്പാറയിലെ ശ്രീകണ്ഠൻ്റെ വിജയം. എന്തായാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ശ്രീകണ്ഠൻ. ആശംസകൾ. ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.